പ്രണയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പല സിറ്റിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രണയദാതാക്കൾ എന്ന് പറയുന്ന കമിതാക്കൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇവര് പാരൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗാർഡിയൻ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുക. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ഈ ഗാർഡിയൻസ് അല്ല പ്രണയദാതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾക്ക് ആ നിക്കാഹ് ചെയ്തെന്ന പോരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലീഗലി ഞങ്ങളിത് മറ്റേ കണക്ട് ചെയ്തെന്ന പോരെ, പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക് സൈഡ് എന്ത് എന്ന് പറഞ്ഞാൽ, മറ്റൊരു വശത്തു കൂടി ചോദ്യം വരുമ്പോൾ എങ്ങനെ ചോദിക്കാം, ഞങ്ങൾ ആദ്യം കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങൾ വിവാഹം കഴിക്കേണ്ടത്, അല്ലാതെ അറിയാത്ത ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് മാനേജ്മെന്റ് എന്നുള്ള നിലക്കല്ലല്ലോ. ഇതിൻ്റെ ഒരു ഇസ്ലാമിക് കൺസെപ്റ്റ് എങ്ങനെ നമുക്ക് പറയാം? അവിടെ ഈ പ്രണയിച്ചു അവർക്ക് ഇഷ്ടം തോന്നി എന്നതിൻ്റെ പേരിൽ മാത്രം പിന്നീട് വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയേണ്ടതില്ല. മറിച്ച് എവിടെയാ വിഷയം? അപ്പൊ നമ്മളെടുത്ത് ഈ വിഷയം വരിക പാരൻസിന് ഈ ബന്ധം ഒത്തുപോകാൻ കഴിയുന്നില്ല. അവിടെയുള്ള വിഷയം ഒരു കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ഒരാൾ, ആ പ്രായത്തിൽ പൊതുവെ വിവാഹം എന്നത് ഇംപൾസീവ് മാറ്ററാണ്. അതേസമയത്ത് പാരൻസിന് അങ്ങനെ ഒരു മാറ്റർ വരില്ല. പാരൻസിന്റെ മൈൻഡ് എപ്പോഴും എന്താ വരിക, എന്റെ കുട്ടി എപ്പോഴും സേഫ് ആയിരിക്കും. ഒരു കുട്ടിക്ക് അങ്ങനെയല്ല. ആ പ്രായത്തിലുള്ള ഒരാൾക്ക് സ്വാഭാവികമായ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു വിവാഹം നടക്കണം. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ആ ആൾ എനിക്ക് മാച്ചാകുമോ, അവരുടെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ട് മാച്ചാകും, ഈ പിന്നെ ഇതൊന്നുമില്ല. അവരെ സ്ട്രൈക്ക് ചെയ്ത ഏതോ ഒരു പോയിന്റ്, അത് ചിലപ്പോൾ മൂക്കാകാം, കണ്ണാകാം, മുഖമാകാം, നടത്തമാകാം, ചില വരകളാകാം, അവരുടെ കഴിവുകൾ പലതാകാം. ഇങ്ങനെ അത് പലതിന്റെ പേരിൽ കണക്ട്. പക്ഷെ ഇതൊന്നും ലൈഫല്ല. പലതിന്റെ പേരിൽ ഇഷ്ടം തോന്നാം, ആ ഇഷ്ടം സ്ട്രൈക്ക് ചെയ്യാം, അവരെ സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ പേരിൽ അവർക്ക് തോന്നുമ്പോഴും രക്ഷിതാക്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ജൈവികമായി പ്രകൃതിപരമായ നമ്മുടെ ഇവരുടെ ഒരു സുരക്ഷിതത്വ കേന്ദ്രമാണ് പാരൻസിന്റെ മനോഭാവം. അപ്പൊ പാരൻസിന് ഇത് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അതിന് പിന്നെ വരെ എങ്ങനെയെങ്കിലും യോജിപ്പിക്കുക എന്നത് ഒരു ക്രൂരതയാണ്. അതേതുപോലെയാണ് ഇപ്പോൾ ഒരു ലൈംഗികത നടക്കുന്ന സമയത്ത്, ലൈംഗിക ബന്ധം നടക്കുമ്പോൾ ഒരു ഭർത്താവും ഭാര്യയും ലൈംഗിക ബന്ധം നടക്കുന്നതിന്റെ മുന്നോടിയായി ഒരുപാട് ആക്ടിവിറ്റീസുകൾ ആമുഖങ്ങളായി നടക്കും. ഈ ആമുഖങ്ങളിൽ പലതും ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ അവരുടെ സ്പേം പുറത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ലോകോത്തര നിലവാരമുള്ള ധാരാളം കൃതികളിലെല്ലാം, പുസ്തകങ്ങളിലെല്ലാം ഈ വിഷയം സവിസ്തരം പഠനം നടന്നത് കാണാം. അതിലവർ പറയുന്ന ഒരു മാറ്ററാണ്, വിവാഹശേഷം ഈ സംഗതി കാണില്ല. അതിന് മുമ്പ് കിട്ടിയ ആ ഒരു റിലേഷന്റെ സ്ട്രെങ്ത്, ആ ബന്ധത്തിന്റെ ശക്തി പിന്നെ കിട്ടാതെ പോകുന്നു. അപ്പൊ എന്നോട് ഇഷ്ടം ഇല്ല, ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, പിന്നെ അവർ കലഹമാകുന്നു. അപ്പൊ ഇവിടെ കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പ്രണയിച്ച് കല്യാണം കഴിച്ചതിന്റെ പരിക്കുകൾ അത് മക്കളിലൂടെ അല്ലെങ്കിൽ പേരക്കുട്ടികളിലൂടെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത്, അറേഞ്ച്ഡ് മാരേജ് ഒക്കെ അത് ഇഷ്ടം തോന്നിയതിന്റെ പേരിൽ ഇനി അറേഞ്ച്ഡ് മാരേജ് ആകാൻ പാടില്ല എന്നില്ല. അവിടെ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, രണ്ട് ഫാമിലി തമ്മിൽ ചേരുന്നു, അപ്പൊ അവര് തമ്മിൽ ആ വിഷയത്തിൽ ഒക്കുമോ എന്ന് നോക്കുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കും. ഇത്രയാണ് അറേഞ്ച് മാരേജിന്റെ ഒരു പ്രത്യേകതയുള്ളൂ. അതിന്റെ അർത്ഥം ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധം തുന്നിച്ചേർക്കുന്നതിന് അറേഞ്ച്ഡ് മാരേജ് എന്നും ഇഷ്ടപ്പെട്ടതിന് ലവ് മാരേജ് എന്നതും തെറ്റിദ്ധാരണയാണ്. ഇഷ്ടപ്പെട്ടിട്ടാണ് അറേഞ്ച്ഡ് മാരേജ്, അല്ലാതെ അവരെന്ത് ചെയ്യുന്നു, ഫാമിലിയും കൂടെ നോക്കുന്നു, കൂടെ ഇവര് തമ്മിൽ യോജിക്കുമോ എന്നും കൂടി നോക്കുന്നതാണ് അറേഞ്ച്. ലവ് മാരേജ് അതല്ല. ലവ് മാരേജ് അവരെ സ്ട്രൈക്ക് ചെയ്ത സംതിങ് പോയിന്റിൽ പലപ്പോഴും അവർ ബന്ധമായി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സ്ട്രൈക്ക് ചെയ്തതായിരിക്കാം. അതായിരിക്കും ഇവർക്ക് പിന്നീട് അവരെ കിട്ടണം എന്നുള്ള പോസസീവ് ചിന്ത. അതൊരു പൊസസീവ്നെസ് ആണ്, ഇഷ്ടമല്ല. ഇഷ്ടമാണെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്, ഈ പ്രാക്ടിക്കലാണ് ചിന്തിക്കുക, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയി ചിന്തിക്കുന്നതാണ് അതിന്റെ വശം. ഇത്തരം വിഷയങ്ങൾ ഒരു വലിയ വിഷയമാണ്. അത് ഇസ്ലാമിക് തോട്ടിൽ എങ്ങനെ നമുക്ക് പറയാം? ഇസ്ലാമികമായത്, ഇസ്ലാം പറയുന്നത് ഈ വിവാഹ ബന്ധം എന്നത് ഒരു ഉത്തരവാദിത്വമാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? അള്ളാഹു ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രതിനിധിയായാണ് മനുഷ്യനെ കണക്കാക്കുന്നത്. അപ്പൊ ഈ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ, രൂപകൽപ്പനയിൽ ഇവർക്കൊരു പങ്ക് നൽകുന്നൊരിടമാണ് വൈവാഹിക ജീവിതം. വിവാഹ ജീവിതത്തിലൂടെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം പ്രത്യുൽപാദനപരമായി ഇടപെട്ട്
മാതൃകാപരമായ ഒരു ഒത്തുചേരൽ. ഇങ്ങനെ ഒത്തുചേർന്ന് ജീവിക്കുമ്പോൾ അവരിലൂടെ അടുത്തൊരു തലമുറക്ക് ജന്മം നൽകുന്നു. അങ്ങനെയുള്ള തലമുറ ചേർന്നതാണ് നാട്. അപ്പോൾ വലിയൊരു നാടുണ്ടാകുന്നത് ഈ നാടിൻ്റെ ഭരണാധികാരികൾ, വലിയ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ചിന്താപരമായി ഇടപെടുന്നവർ, ഇവരെയൊക്കെ രൂപകൽപ്പന ചെയ്യാനുള്ള മനുഷ്യന്റെ ഒരു ഇടമാണ് വൈവാഹിക ജീവിതം. അപ്പൊ അത് മനസ്സിലാക്കി അതിനെന്ത് വേണം? പരസ്പരം ഒത്തുപോകാൻ പറ്റുന്ന മനോഭാവവും പശ്ചാത്തലവും ഫാമിലി പശ്ചാത്തലത്തിലും ഉണ്ടാകണം. ഇതാണ് ഇസ്ലാം പറയുന്ന രീതി. ഈ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാട് എന്താണ്? വെരി സിമ്പിൾ. എത്രയേ ആവശ്യമുള്ളൊരു വിവാഹത്തിന്? ഒരു ഭാര്യയും ഭർത്താവും, അതുപോലെ ഒരു ഭർത്താവും രക്ഷിതാവും, രണ്ട് സാക്ഷിയും, ഇവരുടെ സാന്നിധ്യത്തിൽ ഈ നിക്കാഹിന്റെ അതിന് സ്ഥിരപ്പെട്ട വൃത്തിയുള്ള ആ കൃത്യതയുള്ള വാക്കുകൾ പറഞ്ഞ് അവർ ഇടപാട് ഉറപ്പിക്കും. ഈ ഇടപാട് പുണ്യമുള്ള സ്ഥലം പള്ളിയിൽ വെച്ച്, പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച, വളരെ സിമ്പിൾ. ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഇതാണ് ഏറ്റവും ധന്യമായ ബറക്കത്തുള്ള വിവാഹം എന്നാണ്. അപ്പൊ അങ്ങനെ അവരൊന്നിച്ച് ജീവിക്കുന്നു. പിന്നെ ഒന്നുമില്ല, ഇനി അവർക്ക് ഒന്നിച്ച് ജീവിക്കാം. അതിന് വേറെ വലിയ ലക്ഷങ്ങളുടെ ചിലവില്ല. അങ്ങനെ ചർച്ചയിലേക്ക് പോകുമ്പോഴാണ് പുതിയ കാലത്തെ കല്യാണങ്ങളൊക്കെ എക്സ്പെൻസീവായ കല്യാണങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നതാണ്. ഇപ്പൊ അതിലേക്ക് വരുന്നത് ഈ ലക്ഷ്യം അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടേണ്ടി വരികയാണ്. ഇസ്ലാമികമായി ഇതാണ് വിവാഹം. മുഖം നഷ്ടപ്പെട്ട് വേറെ പലതും നടക്കുന്നു. അതിന്റെ മർമ്മപ്രധാനമായ ഭാഗം അവരിൽ നിന്ന് മിസ്സായി പോകുമ്പോൾ അവർക്ക് ആഭാസങ്ങൾ കാട്ടിക്കൂട്ടേണ്ടി വരും. നാശനഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. സ്വയം മാനവും അഭിമാനവും സ്ഥാനവും നിലവാരമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. നല്ല ബുദ്ധിശാലികൾ അവരൊക്കെ ഒരുപാട് കോപ്രായങ്ങൾ കാട്ടേണ്ടി വരുന്നു. ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ്. ഇപ്പൊ പ്രണയത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സെക്സ് അത് പോസിറ്റീവാണ്, അത് ജൈവികതയാണ്. അതിന് സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രൊട്ടക്ഷൻ വേണം. ഇപ്പൊ ഒരു പുരുഷനും സ്ത്രീയും അവർ പരസ്പരം അന്യപുരുഷൻ അന്യസ്ത്രീ, ഭാര്യയും ഭർത്താവും അല്ലാത്ത, ഒരാങ്ങളെയും സഹോദരനും സഹോദരിയും അല്ലാത്ത അത്തരം ഒരു അന്യപുരുഷന്മാരെന്ന് പറയാവുന്നവർ അവർ പരസ്പരം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവരൊറ്റക്ക് സംഗമിച്ച് ശീലിച്ചാൽ വല്ലപ്പോഴും ഒരു അബദ്ധം തോന്നിയാൽ ആ അബദ്ധത്തിന് അവസരം ഉണ്ടാക്കരുതെന്ന് ഇസ്ലാം പറയുന്നത്. അതാണ് പ്രണയത്തിന്റെ ഭാഗമായും അത്തരം പെർമിറ്റഡ് അല്ലാത്ത, അനുവദനീയമല്ലാത്ത റൂട്ടിൽ നിങ്ങൾ ബന്ധം സ്റ്റാർട്ട് ചെയ്യല്ലേ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഫാമിലിയെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ ഇസ്ലാം ഒരു ഇഷ്ടം തോന്നുന്നതിനെയോ സെക്സിനെയോ ഒന്നും ആത്യന്തികമായി ഇസ്ലാം നിഷേധിക്കുന്നില്ല. സെക്സിനെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ അതൊരു പ്രൊട്ടക്റ്റഡ് റൂട്ട്, ഒരു സുരക്ഷിത മാർഗം. ഈ മനുഷ്യകുലം തന്നെ നിലനിൽക്കുന്നത് സെക്സിലൂടെയാണല്ലോ. അപ്പൊ അതൊരു പോസിറ്റീവാണ് എന്നുൾക്കൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ, അതിന്റെ മർമ്മപ്രധാനമായ സുരക്ഷിത ഭാഗങ്ങൾ അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ ഇസ്ലാം പറയുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാപ്പി സോണിന്റെ പെരിന്തൽമണ്ണ സെന്ററിന്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം, നല്ലൊരു പ്രോഗ്രാം. അതിൽ മാറ്റർ, അതിൻ്റെ വിഷയം പ്രണയത്തെ രക്ഷിതാക്കൾക്ക് അതുപോലെ അധ്യാപകർക്ക്, മനഃശാസ്ത്ര ഇടപെടലുകൾ നടത്തുന്ന സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം നാം കണ്ടക്ട് ചെയ്യുന്നു. ഹാപ്പി സോണിൻ്റെ ഒരു ഗിഫ്റ്റ്, ഹാപ്പി സോണിൻ്റെ പെരിന്തൽമണ്ണ സെന്ററിൻ്റെ വകയുള്ള ഒരു ഗിഫ്റ്റഡ് മൊമെന്റ്, ഒരു ഗിഫ്റ്റഡ് പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവുകയാണ്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ ഈ സഞ്ചാരത്തിൽ അണിചേരാം.